ഹലോ എവരിവൺ, മിഷൻ ഐസർ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം പെഡിഗ്രി അനാലിസിസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് പെഡിഗ്രി ഡയഗ്രാം ഷോസ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് എ റെയർ ജെനറ്റിക് ഡിസോർഡർ. ഫിൽഡ് ഷേപ്സ് ഡെപിക്ട് അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്. നമുക്ക് പെഡിഗ്രി അനാലിസിസിൽ നമ്മൾ പഠിച്ചതാണ് പെഡിഗ്രി ഉപയോഗിക്കുന്ന സിംബൽസ് എന്താ എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണ് ഷെയ്ഡഡ് ആയിട്ടുള്ളത്, ഷെയ്ഡ് ചെയ്യാത്തത് അൺഅഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഇവിടെ ഒരു റെയർ ആയിട്ടുള്ള ജെനറ്റിക് ഡിസോർഡറിന്റെ പെഡിഗ്രി ആണ് കൊടുത്തത്. അതില് ആ പെഡിഗ്രി കണ്ടിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ലൈക്ലി പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. താഴെ കൊടുത്ത ഓപ്ഷൻസിലെ ഏറ്റവും സാധ്യതയുള്ളത് ഏത് ടൈപ്പ് ഓഫ് ഡിസീസ് ആവാനാണ് എന്നാണ് ചോദിച്ചത്. എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ഉണ്ട്, എക്സ് ലിങ്ക്ഡ് റെസസീവ് ഉണ്ട്, ഓട്ടോസോമൽ ഡോമിനന്റ് ഉണ്ട്, ഓട്ടോസോമൽ റെസസീവ് ഉണ്ട്. ഇതാണ് ഒരു ടിപ്പിക്കൽ പെഡിഗ്രി അനാലിസിസ് ക്വസ്റ്റ്യൻ. ഒരു പെഡിഗ്രി തരും. ഈ ഒരു ചോദ്യം ചോദിച്ചത് 2024 ഈ കഴിഞ്ഞ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ടിപ്പിക്കൽ പെഡിഗ്രി ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഇനിയും ഒരുപാട് പെഡിഗ്രി ക്വസ്റ്റ്യൻസ് ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യും. കാരണം പെഡിഗ്രി അനാലിസിസ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പെഡിഗ്രി തരും, എന്നിട്ട് ഈ 4 ഓപ്ഷൻ ഉണ്ടാവും. ഈ 4 ഓപ്ഷനിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പെഡിഗ്രി അനാലിസിസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു തിയറി ഞാൻ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്, അതായത് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പം ആ ഒരു തിയറിയും കൂടെ കണ്ടതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഇവിടെ അറിയേണ്ടത് 4 ഡിഫറെന്റ് ടൈപ്പ് ഓപ്ഷൻസ് ആണുള്ളത്. എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ്, എക്സ് ലിങ്ക്ഡ് റെസസീവ്, ഓട്ടോസോമൽ റെസസീവ്, ഡോമിനന്റ്. അപ്പൊ ഈ 4 കാറ്റഗറിയിൽ ഏത് ടൈപ്പ് ആളാണ് ഈ പെഡിഗ്രിയിലെ ഈ ഒരു ജെനറ്റിക് ഡിസോർഡർ എന്നാണ് അറിയേണ്ടത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ 4 എണ്ണത്തിൽ ഏതിൽ ഇതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ള 4 എണ്ണം ഒരുപോലെ കൺസിഡർ ചെയ്യാതിരിക്കുക. ഓക്കെ, ഈ 4 എണ്ണത്തിൽ എങ്ങനെയാണ് ഈ പെഡിഗ്രീനെ ഫിറ്റ് ചെയ്യുക എന്ന് ആലോചിക്കുന്നതിന് പകരം ഈ പെഡിഗ്രീനെ നമുക്ക് ആദ്യം 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ജെനറ്റിക് ഡിസോർഡേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡോമിനന്റ് ഡിസോർഡറും ആൻഡ് റെസസീവ് ഡിസോർഡറും. ഈ റെസസീവും ഡോമിനന്റും 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ് ലിങ്ക്ഡ് ഡോമിനന്റും ഉണ്ട് ആൻഡ് ഓട്ടോസോമൽ ഡോമിനന്റും ഉണ്ട്. ശരിയല്ലേ? ആൻഡ് റെസസീവ് ആണെങ്കിലും എക്സ് ലിങ്ക്ഡ് ഉണ്ട്, അതുപോലെ ഓട്ടോസോമലും ഉണ്ട്. ഈ 4 ഡിഫറെന്റ് ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി വൈ ലിങ്ക്ഡ് ഉണ്ട്, അതേപോലെ മൈറ്റോകോൺട്രിയൽ ഉണ്ട്, അതുപോലത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് റെസസീവ് ആൻഡ് ഓട്ടോസോമൽ ഡോമിനന്റ് റെസസീവ്. അപ്പം ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 4 എണ്ണത്തിൽ ഏതാണ് എന്നുള്ളത് ആദ്യമേ കണ്ടുപിടിക്കാൻ നോക്കാതെ നമുക്ക് ഈ ചോദ്യത്തിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഡോമിനന്റ് ആണോ റെസസീവ് ആണോ നോക്കാം. എന്നിട്ട് ഡോമിനന്റ് ആണോ റെസസീവ് ആണോ എന്ന് ഉറപ്പിച്ചാല്, സേ ഫോർ എക്സാമ്പിൾ ഇത് ഡോമിനന്റ് ആണെന്ന് വിചാരിക്കാം, പിന്നെ ഡോമിനന്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എക്സ് ലിങ്ക്ഡ് ആണോ ഓട്ടോസോമൽ ആണോ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി റെസസീവ് ആണെന്നുണ്ടെങ്കിൽ അതിൽ എക്സ് ലിങ്ക്ഡ് ആണോ അതോ ഓട്ടോസോമൽ ആണോ നമുക്ക് കണ്ടുപിടിക്കാം. ഒരിക്കലും നിങ്ങൾ ഒരു പെഡിഗ്രി കിട്ടുമ്പം ഓക്കെ ഇത് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ആണോ, എക്സ് ലിങ്ക്ഡ് ഓട്ടോസോമൽ ആണോ, റെസസീവ് ഓട്ടോസോമൽ ആണോ അങ്ങനെ നോക്കരുത്. ഈ 4 ഓപ്ഷനിൽ ഇതിനെ ഫിറ്റ് ചെയ്യാൻ നോക്കരുത്. പകരം ആദ്യം നമുക്ക് ഡോമിനന്റ് ആണോ റെസസീവ് ആണോ എന്ന് തീരുമാനിക്കാം. അത് തീരുമാനമായതിനു ശേഷം പിന്നെ നമുക്ക് എക്സ് ലിങ്ക്ഡ് ആണോ അതോ ഓട്ടോസോമൽ ആണോ എന്നുള്ളത് തീരുമാനിക്കാം. ഓക്കെ, അങ്ങനെ 2 സ്റ്റെപ്പ് ആയിട്ട് എപ്പോഴും പെഡിഗ്രി അനാലിസിസ് ചെയ്യാണ് നല്ലത്. അപ്പോ എൻ്റെ ഒരു അപ്രോച്ച്, എൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്, ഞാൻ ആദ്യം അഫക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നോക്കും. ആദ്യം ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനെ നോക്കും. ഓക്കെ, അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനെ ഞാൻ നോക്കി. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ സ്റ്റെപ്പ് ഞാൻ ആദ്യം എഴുതുകയാണ്. ഇനി എൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിന്റെ പാരന്റ്സിനെ നോക്കും. ഓക്കെ, ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. പാരന്റ്സിനെ നോക്കും. അപ്പം അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിന്റെ പാരന്റ്സിനെ ഞാൻ നോക്കി. 2 സാധ്യതയാണ് ഉള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു പാരന്റെങ്കിലും അഫക്റ്റഡ് ആണോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യും. 2 സാധ്യതകളാണുള്ളത്. ആ അഫക്റ്റഡ് പാരന്റിന്റെ അറ്റ്ലീസ്റ്റ് 1 പാരന്റ് ഈസ് affected. At least 1 parent is affected. And രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്
അൺഅഫക്റ്റഡ് പാരന്റ്സ് ആണ്. അൺഅഫക്റ്റഡ് പാരന്റ്സ് ആണ്. അപ്പൊ എന്താ രണ്ട് സ്റ്റെപ്പ്? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ പെഡിഗ്രിയിൽ തന്നെ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനെ ചെക്ക് ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്, ആ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിന്റെ പാരന്റ്സിനെ നോക്കും, അച്ഛനെയും അമ്മേനെയും നോക്കും. അപ്പൊ രണ്ട് സാധ്യതയാണല്ലേ. ഒന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പാരന്റെങ്കിലും അഫക്റ്റഡ് ആവാം. ഒന്നെങ്കിൽ അച്ഛൻ അഫക്റ്റഡ് ആവാം, അല്ലെങ്കിൽ അമ്മ അഫക്റ്റഡ് ആവാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അഫക്റ്റഡ് ആവാം. അതാണ് ഈ ഒരു സാധ്യത എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത്, അച്ഛനും അമ്മയ്ക്കും അസുഖമില്ലാതെയും വരാം. ഇതാണ് രണ്ട് സാധ്യത. നോക്ക്, അച്ഛനും അമ്മയ്ക്കും അസുഖമില്ല, പക്ഷെ ഒരു ഇൻഡിവിജ്വലിന് അസുഖമുണ്ട് എന്ന് വിചാരിക്കുക. അത് ഏത് ടൈപ്പ് ഡിസീസ് ആണെന്നാണ് നമ്മൾ പഠിച്ചത്? ദാറ്റ് ഈസ് റെസസീവ് ഡിസീസ്. റെസസീവ് ആയിട്ടുള്ള ജെനറ്റിക് ഡിസീസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, റെസസീവ് ആയിട്ടുള്ള ജെനറ്റിക് ഡിസീസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്, അതാണ്. ഒരാൾക്ക് അസുഖമുണ്ട്, പക്ഷെ അയാളുടെ അച്ഛനോ അമ്മയ്ക്കും അസുഖമില്ല എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയും കാരിയർ ആണ് എന്നല്ലേ അർത്ഥം? കാരിയർ ആയിട്ടുള്ള കണ്ടീഷൻ റെസസീവ് ഡിസോർഡറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എഗെയിൻ ഞാൻ പറയുകയാണ്, ആ തിയറി പഠിച്ചാൽ ഈ പെഡിഗ്രി അനാലിസിസിന്റെ ഒരു ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ കുറച്ച് പ്രാക്ടീസും കൂടെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനാണ് ഈ ഒരു മിഷൻ ഐസർ എന്ന് പറഞ്ഞ സീരീസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തിയറി അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇനി അറ്റ്ലീസ്റ്റ് വൺ പാരന്റ് അഫക്റ്റഡ് ആണ്, അങ്ങനത്തെ ഇൻഡിവിജ്വൽസിനാണ് ഈ അങ്ങനത്തെ ഓസ്പ്രിങ്സിനാണ് അസുഖം ഉണ്ടാവുന്നത് എങ്കിൽ ആ ഒരു ജെനറ്റിക് ഡിസോർഡർ ഹൈലി ലൈക്ലി എന്ന് പറയുന്നത് ഡോമിനന്റ് ഡിസോർഡർ ആവാനാണ്, ഡോമിനന്റ് ജെനറ്റിക് ഡിസീസ് ആവാനാണ് സാധ്യത എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ഡോമിനന്റ് ആണോ റെസസീവ് ആണോ എന്ന് ആദ്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനെ നോക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിന്റെ പാരന്റ്സിനെ നോക്കുന്നു. രണ്ട് ടൈപ്പ് പാരന്റ് ഉണ്ടാവാനാണ് സാധ്യത. ഒന്ന്, അറ്റ്ലീസ്റ്റ് ഒരു പാരന്റെങ്കിലും അഫക്റ്റഡ് ആണ് എങ്കിൽ ആ അസുഖം എന്താവാനാണ് സാധ്യത? ഡോമിനന്റ് അസുഖം ആവാനാണ് സാധ്യത. ആൻഡ് രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത്, അൺഅഫക്റ്റഡ് പാരന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അൺഅഫക്റ്റഡ് പാരന്റിന് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓസ്പ്രിങ് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ആ അസുഖം, ആ ജെനറ്റിക് ഡിസോർഡർ മസ്റ്റ് ബി റെസസീവ് ഡിസോർഡർ. ശരിയല്ലേ? കാരണം ജനറേഷൻസ് സ്കിപ്പ് ചെയ്യാണ് എന്ന് നമുക്ക് അവിടെ മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ്, ഈ ഒരു മെത്തഡോളജി ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഈ പെഡിഗ്രിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള, ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ പെഡിഗ്രിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനെ ഞാൻ നോക്കുകയാണ്. ഇതൊരു അഫക്റ്റഡ് ഇൻഡിവിജ്വൽ. സ്റ്റെപ്പ് 1. ഇനി ഞാൻ അടുത്ത എന്താ ചെയ്യേണ്ടത്? ഇയാളുടെ പാരന്റ്സിനെ നോക്കണം. ശരിയല്ലേ? പാരന്റ്സിനെ ഞാൻ നോക്കി. അയാളുടെ പാരന്റില് അറ്റ്ലീസ്റ്റ് വൺ പാരന്റ് ഈസ് അഫക്റ്റഡ്. ശരിയാണോ? യെസ്, അറ്റ്ലീസ്റ്റ് വൺ പാരന്റ് അഫക്റ്റഡ് ആണ്. അതേപോലെ ഇനി അടുത്ത ആളെ ഞാൻ നോക്കി. അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആണ്, പാരന്റ്സിൽ അറ്റ്ലീസ്റ്റ് വൺ പാരന്റ് ഈസ് അഫക്റ്റഡ്. ഇനി ഇയാൾ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആണല്ലോ, അഫക്റ്റഡ് ഇൻഡിവിജ്വലിന്റെ പാരന്റ് ആണല്ലോ ഇയാളും അറ്റ്ലീസ്റ്റ് വൺ പാരന്റ് ഈസ് അഫക്റ്റഡ്. ശരിയല്ലേ? ഇനി ഇവിടെ ഞാൻ നോക്കി, അഫക്റ്റഡ് ഇൻഡിവിജ്വലിനെ നോക്കി. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2, അവരുടെ പാരന്റ്സിനെ നോക്കുന്നു. അറ്റ്ലീസ്റ്റ് വൺ പാരന്റ് ഈസ് അഫക്റ്റഡ്. ശരിയല്ലേ? ഇനി അടുത്തത് ഈ രണ്ട് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ നോക്കുന്നത്. ഈ രണ്ട് അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ്, അയാളുടെ പാരന്റ്സ് എന്ന് പറയുന്ന ഇയാളല്ലേ? യെസ്, അതിലെ അറ്റ്ലീസ്റ്റ് വൺ പാരന്റ് ഈസ് അഫക്റ്റഡ്. നിങ്ങൾ ഏത് അഫക്റ്റഡ് ഇൻഡിവിജ്വലിനെ നോക്കിയാലും അറ്റ്ലീസ്റ്റ് വൺ പാരന്റ് ഈസ് അഫക്റ്റഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അസുഖം എന്താണ്? ഡോമിനന്റ് അസുഖമാണ്. ശരിയല്ലേ? ഇനി നിങ്ങൾക്ക് ഈ പെഡിഗ്രിയിൽ എവിടെയും അൺഅഫക്റ്റഡ് ആയിട്ടുള്ള പാരന്റ്സിൽ ഒരു അഫക്റ്റഡ് കുട്ടി ഉണ്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാൻ പറ്റിയേനെ? അത് റെസസീവ് ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റിയേനെ. ഇപ്പം ഈ ഒരു പെഡിഗ്രി കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ അസുഖം ഒരു ഡോമിനന്റ് അസുഖമാവാനാണ് കൂടുതൽ സാധ്യത, മോസ്റ്റ് ലൈക്ലി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ക്ലിയർ ആണോ? യെസ്. അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്പൊ നമുക്ക് ഡോമിനന്റ് ആണെന്ന് കിട്ടി. ഇനി ഡോമിനന്റ് രണ്ട് ടൈപ്പാണ് ഉണ്ടാവുക. ഒന്നെങ്കിൽ അയാൾ എക്സ് ലിങ്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അയാള് ഓട്ടോസോമൽ ആയിരിക്കും. ഇനി ഇത് ക്ലിയർ ആക്കിയാൽ മതിയല്ലോ. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കുറച്ചും കൂടെ ഡെപ്തിൽ ഈ ഒരു പാറ്റേണിനെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഇനി ഞാൻ ഇവിടെ ഇറേസ് ചെയ്യാണ്.
ഈ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുമ്പോൾ, ഈ ഒരു പെഡിഗ്രി നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഇവിടെ ഞാൻ മുന്നേ തിയറിയിൽ ഡിസ്കസ് ചെയ്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ കാണാൻ പറ്റും. സി, എനിക്ക് കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഫാമിലി കണ്ടോ നിങ്ങൾ? ഈ ഒരു ഫാമിലി അച്ഛനുണ്ട്, അച്ഛന് അസുഖമുണ്ട് ആൻഡ് അമ്മയ്ക്ക് അസുഖമില്ല. അവർക്ക് 3 മക്കളാണുള്ളത്. അതിലെ പെൺകുട്ടിക്ക് അസുഖമുണ്ട്. സി, ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. എന്താണെന്ന് ശ്രദ്ധിച്ചോ? അച്ഛൻ അസുഖമുണ്ട്. അച്ഛൻ 2 ആൺകുട്ടികൾക്ക്, അച്ഛൻ അസുഖമുണ്ട്, അച്ഛൻ 2 ആൺകുട്ടികൾക്ക് അസുഖം കൊടുക്കുന്നില്ല. അവർക്കുണ്ടായ പെൺകുട്ടിക്ക് അസുഖമുണ്ട്. മനസ്സിലായോ? അതേപോലെ ഇതേ പാറ്റേൺ നിങ്ങൾക്ക് ഈ ഒരു കുടുംബത്തിലും കാണാൻ പറ്റും. ഈ ഒരു കുടുംബം, അമ്മ അസുഖമല്ല, അച്ഛൻ അസുഖമുണ്ട്. അച്ഛന്റെ അസുഖം 2 ആൺകുട്ടികൾക്ക് കൊടുക്കുന്നില്ല. പക്ഷെ ഉള്ള എല്ലാ കംപ്ലീറ്റ് പെൺകുട്ടികൾക്കും അസുഖം കിട്ടുന്നുണ്ട്. ഏത് പാറ്റേൺ ആണെന്നറിയോ? എക്സ് ലിങ്ക്ഡ് പാറ്റേണിന്റെ സ്വഭാവം ഇത്. എക്സ് ലിങ്ക്ഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള എക്സ് വൈ, അങ്ങനെയാണ് അച്ഛന് അസുഖം ഉണ്ടാവുന്നത്. അമ്മ നോർമൽ എന്ന് പറഞ്ഞാൽ നോർമൽ എക്സ്, നോർമൽ എക്സ്. ഒരു ആൺകുട്ടിയാണ് ഈ അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരു ആൺകുട്ടിയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ അച്ഛൻ കൊടുക്കുന്ന ക്രോമസോം എന്ന് പറയുന്നത് വൈ ക്രോമസോം അല്ലേ? വൈ ക്രോമസോം ആണ്. പക്ഷെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ ഉള്ളത് ഏതിലാണ്? ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജീൻ ഉള്ളത് എക്സ് ക്രോമസോമിലാണ്. അപ്പൊ ഒരിക്കലും അച്ഛനിൽ നിന്നും മകനിലേക്ക് എന്ത് പോവില്ല? എക്സ് ക്രോമസോം പോവില്ലല്ലോ, വൈ മാത്രമേ പോവുള്ളൂ. അപ്പൊ അസുഖം പോവില്ല. അപ്പം ഒരു എക്സ് ലിങ്ക്ഡ് അസുഖത്തിന്റെ സ്വഭാവമാണ് അച്ഛനിൽ നിന്നും ആൺകുട്ടികൾക്ക് അസുഖം കൈമാറാൻ കഴിയില്ല. ഓക്കെ, ഇനി ഒരു പെൺകുട്ടിയാണ് ഇവർക്ക് ഉണ്ടാവുന്നത് എന്ന് വിചാരിക്കുക. പെൺകുട്ടിയാണ് ഉണ്ടാവുന്നത് എങ്കിൽ ഈ ഡിഫക്റ്റീവ് ജീനുള്ള ഈ ഡിഫക്റ്റീവ് എക്സ് ക്രോമസോം അല്ലേ അച്ഛൻ കൊടുക്കുന്നത്? ഓക്കെ, ആ ഡിഫക്റ്റീവ് എക്സ് ക്രോമസോം അച്ഛൻ കൊടുത്തു. അമ്മ നല്ലൊരു എക്സ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഇത് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റാ. ഒരു ജീന് ഡിഫക്റ്റീവും ഒരു ജീൻ നോർമൽ വന്നിട്ടും കാര്യമില്ല. ഡോമിനന്റ് അസുഖമാണെന്നുണ്ടെങ്കിൽ ഉണ്ടായ പെൺകുട്ടിക്ക് അസുഖം കാണിക്കും. അപ്പൊ നോക്ക്, അപ്പം ഈ ഒരു ഫാമിലിയിലും നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അച്ഛന് ആൺകുട്ടിക്ക് അസുഖം കൊടുക്കാനുള്ള കഴിവില്ല. അച്ഛൻ ആൺകുട്ടികൾക്ക് അസുഖം കൊടുക്കുന്നില്ല, എല്ലാ പെൺകുട്ടികൾക്കും അസുഖം കൊടുക്കുന്നുണ്ട്. അത് ടിപ്പിക്കൽ എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ആയിട്ടുള്ള ജെനറ്റിക് ഡിസോർഡറിന്റെ പാറ്റേൺ ആണ്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പെഡിഗ്രി അനാലിസിസ് നമ്മൾ ഇങ്ങനെ 2 സ്റ്റെപ്പിലൂടെയാണ് സോൾവ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഡോമിനന്റ് ആണോ റെസസീവ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഡോമിനന്റോ റെസസീവിലും നമ്മൾ ഇവിടെ ഡോമിനന്റ് ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. അറ്റ്ലീസ്റ്റ് 1 പാരന്റെങ്കിലും എല്ലാ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിന്റെ പാരന്റ്സും അറ്റ്ലീസ്റ്റ് 1 പാരന്റ് അഫക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഡോമിനന്റ് ഡിസോർഡർ. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് ലിങ്ക്ഡ് ആണോ ഓട്ടോസോമൽ ആണോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ എന്തെങ്കിലുമൊക്കെ ഹിന്റ് തരുന്ന പാറ്റേൺസ് ആ പെഡിഗ്രിയിൽ ഉണ്ടാവും. ആ പാറ്റേൺസ് എന്തൊക്കെയാണെന്നുള്ളത് ഓരോ പാറ്റേണും ഞാൻ വിശദമായിട്ട് തിയറി പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ എനിക്കൊരു പാറ്റേൺ കിട്ടി. എന്താണ് നമ്മൾ ഇവിടെ കണ്ട പാറ്റേൺ? അച്ഛൻ ആൺകുട്ടികൾക്ക് അസുഖം കൊടുക്കുന്നില്ല, എല്ലാ പെൺകുട്ടികൾക്കും അസുഖം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു അത് എക്സ് ലിങ്ക്ഡ് ആണ്. അങ്ങനെ ഞാൻ എന്ത് ഉത്തരത്തിലേക്ക് എത്താണ്? എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് ഡിസീസ് എന്ന് പറഞ്ഞ ഉത്തരത്തിലേക്ക് എത്താണ്. അപ്പൊ ഈ ഒരു പെഡിഗ്രി അനാലിസിസിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2024 ഈ കഴിഞ്ഞ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ചോദ്യമാണിത്. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസ് ആണ് മിഷൻ ഐസർ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. ഈ ഒരു തിയറി നമ്മളുടെ ഈ ഒരു നോട്ട് ഒരു PDF ആയിട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു നോട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഐസർ ആസ്പിറൻസും ഇപ്പൊ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഐസറിന് അറൗണ്ട് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കും ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനും നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. കാരണം മിഷൻ ഐസർ എന്ന് പറയുന്ന ഈ ഒരു സീരീസിലൂടെ നമ്മൾ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു പാറ്റേൺ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് നിങ്ങൾക്ക് വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐസർ കോച്ചിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. സോ ഈ ഒരു സീരീസിന്റെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.